ഹായ് ഗായ്സ്, വെൽക്കം ടു വീക്കെൻഡ് വ്ളോഗ്. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോകുകയാണ്. എവിടെയാണെന്നുള്ളത് നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. അവിടേക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ. അതെ, അവിടെ തന്നെ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഒരു ഈവനിങ് റൈഡ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. സോ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സും ജോയിൻ ചെയ്യുന്നുണ്ട്, 2 പേര്. സോ അവര് മഴക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ബൈക്കിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. സോ ബൈക്കിൽ ഒരു തണുപ്പൊക്കെ കൊണ്ട് അങ്ങോട്ട് പോയിട്ട് വരാമെന്നാണ് പ്ലാൻ. സോ അവർ കാക്കനാട് നിന്ന് നമ്മുടെ കൂടെ കൂടും. അവരുടെ കൂടെ അങ്ങനെ നമ്മൾ പോവാം. ബാക്കിയുള്ളത് ഇനി അവിടെ ചെന്നിട്ട് കാണാം. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാം, അല്ലേ? നമ്മൾ കാക്കനാട് എത്തി ഗൈസ്. സോ അവര് വരാന്ന് പറഞ്ഞു, ഇതുവരെ എത്തിയിട്ടില്ല. അവരുടെ അടുത്താണ്, നമ്മൾ വേഗം എത്തി. അവിടുന്ന് അത്ര ദൂരം അതെ. അതേലും അവനൊക്കെ നേരത്തെ സമയത്തിനൊന്നും എത്തുന്ന ആളൊന്നും അല്ല. എന്നെ പോലെ ഒന്നും ആരായിട്ട് ഇവനെ പോലെ പോസ്റ്റ് ആവുന്നുണ്ട്. അതിന്റെ ഡയലോഗാണ് പോസ്റ്റ് ആവുന്നത്. അതെ, ഞാൻ കറക്റ്റ് പങ്ക്ച്വൽ, കറക്റ്റ് ടൈമിലൊക്കെ എത്താൻ തുടങ്ങി. അപ്പൊ ഇവർക്ക് അതൊരു ടൈമിംഗ് ഒന്നും ഇല്ല. ഇനി അവര് വരുമ്പോ കാണാം. കഷ്ടമാണല്ലേ ടൈമിംഗ് ഇല്ലാത്തത്. അതെ അതെ. പോവാന്നല്ലേ ഉള്ളൂ. എന്തിനാ ഇവിടെ വന്നിട്ടാണോ? കുറ്റം പറഞ്ഞു, സമയത്തിന് വരത്തില്ല ഇവനൊക്കെ. ആണോ? കുറച്ച് ഫ്രണ്ടിലെത്തിപ്പോയി നിങ്ങള്. നമ്മൾ കളമശ്ശേരി എത്തിയിട്ടുണ്ട്. കുറച്ച് റഷാണ് റോഡ്. ഇവിടുന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കുണ്ടാവില്ല. മഞ്ഞുമൽ എന്താന്ന് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ മഞ്ഞുമൽ ബോയ്സിന്റെ സ്ഥലമാണ് ഗായ്സ്. അവരുടെ വീട് ഏതാണെന്ന് അറിയാമെങ്കിൽ അവിടെ പോയി കുറച്ച് ചായ തരുമോ ചോദിക്കായിരുന്നു. മഞ്ഞുമൽ ചായക്കട അത് കഴിഞ്ഞോ? ഈ റോഡ് സൈഡിൽ തന്നെ ഒരു ചായക്കട ഉണ്ട്, മഞ്ഞുമൽ ചായക്കട. അത് മഞ്ഞുമൽ ബോയ്സിന്റെ ആടോ എന്ന് അറിഞ്ഞൂടെ. ചിലപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് മഞ്ഞുമൽ എന്നായതുകൊണ്ട് അവര് നൈസായിട്ട് മഞ്ഞുമൽ ചായക്കട എന്ന് വെച്ചായിരിക്കും. ആണോ? മേബിയാ. കുറെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ആയിരിക്കും. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ന്യൂസ് വരുത്തുന്നില്ല. ചിലപ്പോൾ അവരുടെ ആയിരിക്കും, ചിലപ്പോൾ അല്ലാതിരിക്കാം. ഗായ്സ്, ഇവിടെ ഹൈവേയുടെ വർക്ക് നടക്കുന്നുണ്ട്. ആണ് പോകേണ്ടത്. റൈറ്റ്, യെസ്. പണ്ട് ഈ റോഡ് കുറച്ചുകൂടെ ഫ്രീ ആയിരുന്നു. ഇപ്പൊ അതിന്റെ ഫുൾ സ്ഥലം ഇവരെടുത്തു. ഈ ഹൈവേ ഓണായാൽ കുറച്ച് നൈസായിരിക്കും. ഈ പാലത്തിൽ ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ബസ് വന്ന് നമ്മൾ പെട്ടു. ബാക്ക് ഇറക്കി കൊടുക്കേണ്ട അവസ്ഥ. ചേട്ടാ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. ഗായ്സ്, ഇതാണ് വരാപ്പുഴ മാർക്കറ്റ്. ഇവിടെ പോയ സാധനം വില കുറച്ച് കിട്ടുമായിരിക്കും. സൺസെറ്റ് കാണാൻ പറ്റും ഇവിടുന്ന്. ഇവിടെ സൺസെറ്റ് ഉണ്ടാവും. ഇല്ലേ? ഉണ്ടല്ലോ, ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ കാണാം. എനിക്കറിഞ്ഞൂടാ, ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. മരം കണ്ടോ? നൈസല്ലേ? ഇവിടെ കയാക്കിംഗ് നടക്കുന്നുണ്ട്. കയാക്കിംഗ് അല്ലേ? റെസ്റ്റ് എടുക്കുന്നതാ. കയാക്കിംഗ് ഉണ്ട്, തോണിയുണ്ട്. നല്ല ഈ വെള്ളം നല്ലതാ. സ്റ്റാർട്ടിങ്ങിലുള്ളത് ഭയങ്കര ചതുപ്പ് പോലെയായിരുന്നു, ഭയങ്കര സ്മെല്ലായിരുന്നു. ഈ ഇടയ്ക്കുണ്ട്, ഏർലി മോർണിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഈവനിങ് ഒക്കെ. നല്ല രസമായിരിക്കും കയാക്കിംഗ്. പോണോ? അതെ. ഇവിടെ എന്താ ആക്ടിവിറ്റി? പുതിയ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ തുടങ്ങി. കയാക്കിംഗ്, മാംഗ്രൂവ് വിസിറ്റ്, ഫിഷിംഗ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും കുറെ ഇതുപോലെ മാംഗ്രൂവ് വിസിറ്റ് ഉണ്ട്. ഇതെങ്ങനെ ഇവര് കണ്ടുപിടിക്കുന്നതാവും? ഒന്നുമില്ലായിരുന്നു.
അപ്പം നമ്മൾ കടമക്കുടി എത്തി. എന്താ അതെ, നല്ല വെയിൽ. നമ്മൾ മഴയാന്ന് ഓർത്തിട്ട് നമ്മൾ കോട്ടൊക്കെ എടുത്തിട്ട് വന്നു. മഴ പെയ്യും. നമ്മൾ മഴയാന്ന് ഓർത്തിട്ട് കോട്ടൊക്കെ എടുത്തിട്ട് വന്നു. അയ്യോ നല്ല വെയിൽ. ക്യാമറയില്ല നോക്കൂ. ഓഹോ അത് പറ്റില്ല, ക്യാമറയിൽ നോക്കി സംസാരിക്കണ്ട. അതെന്താ ക്യാമറയിൽ നോക്കി സംസാരിക്കാം? എന്ത് അത് അവള് ഓക്കെ സെറ്റ് അല്ലേ? അയ്യോ കണ്ണിലടിക്കുന്നു. എന്താ ചായ കുടിക്കാം? അതെ കളർ ഉണ്ടാവും. ചായ കുടിക്കാം. ചായ കുടിക്കുന്നുണ്ടോ? എന്താ കഴിക്കണം? വെറൈറ്റി ആയിട്ട് ഇവിടെ കുറെ ഫുഡ് ഐറ്റംസ് കിട്ടൂല്ലേ, എന്തേലും കഴിക്കാം. അപ്പൊ വാ എന്തേലും നോക്കാം. ബാഗ് വാങ്ങി ഒന്നുമില്ല, കോട്ട് മാത്രമല്ലേ ഉള്ളൂ. അതാരും എടുക്കൂന്നില്ല. അതൊന്നും ആരും എടുക്കൂല. പറ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കടയൊന്നുമില്ല. അപ്പൊ 100 രൂപയല്ല, ഇവിടെ നനഞ്ഞ് കുളിച്ച് പോകേണ്ടി. ഓ കൊടയൊന്നും എടുത്തിട്ടില്ലല്ലേ? തീരം തട്ടുകട ഈസ് ക്ലോസ്ഡ്. ബാക്കിയെല്ലാം ചെറുതാ, ഇത് മാത്രമേ കുറച്ച് വലുത്. പക്ഷെ ആ കടയില്ലല്ലോ. അതെനിക്ക് വേണ്ടോ. ഇത് ചായ, ചായയും കടയും ഈവനിങ് സ്നാക്സ്. അതെ ഇത്ര ഒന്നും അല്ല, ഇതൊന്നും ഇല്ല, ഈ കയാക്കിങ്ങിലൊന്നും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇല്ലായിരുന്നു. ആ ശരി, ആ ചേച്ചിയുടെ കട ഇപ്പൊ കാണാനില്ലല്ലോ. ആണോ? ഇല്ലല്ലേ വേണ്ട. ഏത് ഈ കടയാ? ഈ കടയുടെ അതെ, ഞങ്ങൾ പണ്ട് വന്നിരുന്നപ്പോൾ ഈ ചേച്ചിയുടെ കട മാത്രമാണ്. പക്ഷെ ഇപ്പൊ ഈ ചേച്ചി കടയ്ക്ക് ആരുമില്ല, വേറെ കടയിലെ ആൾക്കാർ. കപ്പ ബീഫ്, കപ്പ പോട്ടി, കോഴിപ്പിടി ഇവരാക്കി വെച്ചേക്കുന്ന. എന്താ എന്ത് വേണമെന്ന് പറഞ്ഞു? എന്താ വേണ്ടത്? കക്കയും കക്ക ഇറച്ചിയും കപ്പയും. ഇത് കപ്പയല്ലേ? കറിയല്ലേ? ചായ ഇല്ലല്ലോ. അപ്പൊ ഇത് വാങ്ങിട്ട് അങ്ങോട്ട് പോയാ കട്ടൻ ഇവിടെ ഉണ്ട്. പിന്നെ ചായ അവിടെ പോയി വേണ്ട, അത് വേണ്ട, ഒരുമിച്ച് അവിടുന്ന് പറയാം. അവിടുന്ന് ഒരുമിച്ച് ഇവിടുന്ന് അങ്ങനെ പോയിട്ട് അവിടുന്ന് മേടിക്കണം. കഴിക്കുക. എന്താ വാങ്ങിയത്? കപ്പയും കക്കയും. കഴിക്കുന്നില്ലേ? ചായ വേണം. അന്ന് ചായ വാങ്ങാൻ പോവാ. വാ ചേച്ചി ഇപ്പൊ വരും. ചേച്ചി പ്ലേറ്റ് ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. പേടിക്കണ്ട, പ്ലേറ്റ് കിട്ടും. നമ്മള് പ്ലേറ്റും കൊണ്ട് പോവാതെ. ഇതിങ്ങനെ കൊണ്ടുപോകാൻ ഇതെന്ത് കഴിക്കുക? ചൂടൊന്നും ഇല്ല, അടിയിൽ പിടിക്കുന്നില്ല. ചായ ഇവിടുന്ന് വാങ്ങിയപ്പോരെ? ഇവിടെയല്ലേ കുറച്ചും കൂടെ ലൈവ്. ചായ തരാണ്ട് കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് പകുതി കഴിച്ച് തീർത്തു. ചായ കിട്ടി. ചായക്ക് നല്ല കടുപ്പാണല്ലോ. അയച്ചു കൊടുത്തല്ലേ? പാലില്ല. അല്ല ഗായ്സ്, ഈ ചായയിൽ പാലില്ല, പക്ഷെ വെള്ളം മാത്രം. ചായപ്പൊടി ഉണ്ട്, ചായപ്പൊടി വെള്ളമുണ്ട്. എന്തത് നല്ല വൈബ് അടിച്ചിരുന്ന് കഴിക്കുന്നില്ല. ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചു കുറച്ച്. എന്നാ ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നാടാ ബ്രാൻഡിയാ? ഓ നല്ല വ്യൂ ഉണ്ട് ഇപ്പുറ സൈഡ്. നീ ഇപ്പുറം ഇരിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാറുണ്ട്. അവിടെ ഇരുന്നു ഞാൻ അതവിടെ വെച്ചോ.
നല്ല സ്ഥലമല്ലേ ചായ കുടിക്കാൻ പറ്റും? അതെ, പക്ഷെ അത് ചായ അല്ല. ഇത് ചായയല്ല, ചായ കുടിക്കാൻ പറ്റും, കഴിക്കാൻ പറ്റും. നല്ല വൈബുള്ള സ്ഥലം. ചായ. നമ്മൾ ഒരു ചായ ഉണ്ടാക്കുന്നുണ്ട് 10 ചായ ഉണ്ടാക്കും. ബിസിനസ്, ദിസ് ഈസ് ബിസിനസ്. ഹലോ ഗൈസ്, ഇതാണ് കപ്പിൾ ഗോൾസ്. കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുത്ത് സ്റ്റേറ്റസ് ഇടുന്നതാണ്. അതാണ് ആ കപ്പ് എന്നാണ്. അത് കപ്പും ഗോളും ഓഫ് ലവ്. അതെ, ഒരു സൈഡ് ഹേർട്ടാണ് കേട്ടോ. എന്തല്ലേ നീ അടിച്ചു കയറ്റി. അടിയടാ അവനാള് ഞങ്ങളുടെ ഏരിയയിൽ വന്ന കൊല്ലുവടാ നിന്നെ. ഇവര് രണ്ടുപേരും തമ്മിൽ അടിയാണ് കഴിച്ചു. ഇത് ഇവരുടെ ഏരിയ ഓ അത് തിരിച്ച് അടി ഉണ്ടാക്കുന്നുണ്ടല്ലോ അവസാനം. ഇത് സീനാട്ടോ. ഇത് ഹോംലി പട്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര നാടൻ പട്ടിയുടെ സ്വഭാവം കാണിക്കാൻ. അടിയാണി വെട്ടാണെ വെട്ട്, കുത്താണ് കുത്ത്. നമ്മൾ സൺസെറ്റ് ആയി വരുന്നു ഗൈസ്. സൺസെറ്റ് കണ്ടിട്ട് പോവാന്നാണ് നമ്മുടെ പ്ലാൻ അല്ലേ? സണ്ണൊക്കെ സെറ്റായി, നമുക്കൊന്നും കാണുന്നില്ലെന്നുള്ളൂ. നാളെ തൊട്ട് ഓഫീസിൽ പോകണ്ടേ, പണിയെടുക്കണ്ടേ? അതെ, ഓ സൺഡേ ആയി പെട്ടെന്ന്. 2 ദിവസം ഓഫീസിൽ പോവും, പണിയുണ്ട്. എപ്പോഴാ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്? പറ. നല്ല ജിമ്മ് കിട്ടിയല്ലോ. ജിമ്മൊക്കെ നല്ല ജിമ്മൊക്കെ ഉണ്ട്. അതാ ഞങ്ങള് അതിലാ പോകുന്നത്. ഞങ്ങള് ഫുൾ എന്താ കാലില് വീഡിയോ എടുത്താ? കാല് പൊക്കി വെച്ചിട്ട് വീഡിയോ എടുത്തു. നമ്മള് 2 മുളക് ബജി വാങ്ങി, ഒരു ചായയും കൂടെ പറഞ്ഞിട്ടുണ്ടായി. ആ ചായ അത്ര സുഖമില്ല. അതെ, നല്ല ബജ്ജി. ആ ചായ അത്ര സുഖമില്ല. അപ്പോൾ ഒരു ചായയും കൂടെ പറഞ്ഞ് 2 മുളക് ബജ്ജി ഒന്ന് വേറെ ഒരു ഷോപ്പില്. ഇവിടുത്തെ ചായ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ബജ്ജിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ജയന്തിനെയും അവര് അവിടെ നിർത്തിയിട്ട് വന്നേ. ജയന്തിനെയും അവര് അവിടെ നിർത്തിയിട്ട് വന്നത്. നമ്മൾ പ്ലേറ്റ് കൊണ്ട് കൊടുത്തിട്ട് വരാം. അതിൻ്റെ ഇടയ്ക്ക് അവരറിയാണ്ട് നമ്മൾ ബജ്ജി കഴിച്ചു. മുട്ട ബജ്ജിയല്ലേ, മുളക് ബജ്ജി. ചായയും ഒരു ചായയും കൂടെ കുടിച്ചു. അവര് ചതിച്ചു നമ്മൾ. എന്നാലും കുഴപ്പമില്ല, ആദ്യം കുടിച്ച ചായനേക്കാളും നല്ലതാ. എത്തി. അവരിവിടെ ഉണ്ടാവും, അവിടെ ഉണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. മോമോസിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. മോമോസ്, ഫ്രൈഡ് റൈസ്, ക്രീമി ഫ്രൈഡ് ഒക്കെ ഉണ്ട്. നമ്മൾ കടമ്പക്കുടിയിൽ തിരിച്ച് കാക്കനാട് എത്തി. അതെ, ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സാധനം വാങ്ങാണ്ടെങ്കിൽ വാങ്ങിയിട്ട് അങ്ങനെ റൂമിൽ പോകാനാണ് പ്ലാന്. അപ്പോൾ ഓഫീസ്. അപ്പോൾ ഇനി ബാക്ക് ടു ഓഫീസ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഫുള്ളും വീക്ക് ഡേയ്സ് ആണ്. അപ്പോൾ ഇനി ഓഫീസായിരിക്കും. ഇനി നെക്സ്റ്റ് വീക്കെൻഡ് കാണാം, നെക്സ്റ്റ് വീക്കെൻഡ് വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്.